ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എത്തിയത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അറിയാത്തവർ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ പറയാം. CK ഗപ്പി ഫാമിൽ അരീക്കോട്, മലപ്പുറം ജില്ലയിലെ സൽമാൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഇത് എത്രാമത്തെ വീഡിയോ ആണ് നമുക്കറിയാം, അത്രയും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വേൾഡ് റെക്കോർഡായിരിക്കാം ഞാൻ അവിടെ വന്നത്. അപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വീഡിയോസും ഒക്കെ നമ്മൾ സൽമാൻ തന്നെ ആയിരിക്കും. ഏകദേശം 7 വർഷത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സൽമാൻ. 2019 തുടങ്ങി വരെ അന്ന് തുടങ്ങി ഞാനിവിടെ വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ നമ്മൾ സൽമാൻ്റെ CK ഗപ്പി ഫാം അടിച്ചാൽ ഇഷ്ടം പോലെ നമ്മൾ എത്രയോ വീഡിയോസ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഗപ്പികളെ വീഡിയോസ്, ഗപ്പി ഫാമിൻ്റെ വീഡിയോസ് എടുത്തത് നമ്മൾ ഈ സൽമാൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എത്ര വെറൈറ്റി ഗപ്പികളായിട്ടുണ്ട്? 70ഓളം വെറൈറ്റി. ലാസ്റ്റ് തവണ നമ്മൾ എടുത്തപ്പോൾ 60ഓളം വെറൈറ്റി മുഴുവനായിട്ട് കാണിച്ചു. നമ്മൾ 60 വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സെഞ്ചുറി അടിക്കാനാവണുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളൊരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ 100ഓളം വെറൈറ്റി ഗപ്പീസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ വന്നാൽ അവർക്ക് ഏത് ഗപ്പി ചോദിച്ചാലും കിട്ടുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടാവും, സിറ്റുവേഷൻ ഉണ്ടാക്കും നമ്മള്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് അത്രയും ടാങ്കുകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതിൻ്റെതായ ടാങ്കുകളൊക്കെ ഹോൾഡ് ചെയ്ത് ഇപ്പൊ അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ഫ്രിഡ്ജ് ടാങ്ക് ഇപ്പൊ നമ്മൾ ഒരു 1000ഓളം ഉണ്ട്. അത് നേരെ ഡബിൾ ആക്കണം എന്നുള്ള പ്ലാനാണ്. 2000ഓളം ഫ്രിഡ്ജ് ടാങ്ക്. അപ്പൊ ഇത്രയും 100ഓളം വെറൈറ്റി നമ്മൾ ചെയ്യണമെന്നുണ്ട്. അത്രയും ടാങ്ക്, അത്രയും മീൻസ് അത്രയും നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും ടാങ്ക് വേണം. അപ്പൊ ആ ഒരു രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും 100 വെറൈറ്റി വരുമ്പോൾ അതൊരു അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. അതുമില്ല, കുറച്ച് ലെങ്ത് കൂടിയാവും തന്നെ നമ്മൾ ഫുൾ എടുക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും അതെന്തായാലും നമുക്ക് വരും പ്രതീക്ഷിക്കുക ഒരു 6 മാസത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഏകദേശത്തെ വെറൈറ്റി നമ്മൾ നോക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 60 ഫുള്ള് കാണിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഐ ബട്ടണിൽ കൊടുത്തോളൂ. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കും, ഐ ബട്ടണിലും കൊടുത്തോളൂ. അപ്പൊ നമ്മൾ ഇത്തവണ അന്ന് കാണിക്കാത്ത ഒരുപാട് വെറൈറ്റികൾ പുതിയത് കാണിക്കാനുണ്ട്. അതും കുറച്ചുകൂടി നല്ല പ്രീമിയം വെറൈറ്റീസ് മാത്രമേ കുറച്ച് കാണിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 35ഓളം വെറൈറ്റിയെ കാണിച്ചിട്ടുള്ളൂ. ആക്ച്വലി 50ന്റെ മുകളിൽ കൊടുക്കാൻ തന്നെ സെയിലിനുണ്ട്. പക്ഷെ നമ്മൾ 35ഓളം ഇന്ന് കാണിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ഗപ്പികൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ എന്ത് റേഞ്ച് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? 150 മുതൽ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് എത്ര റേഞ്ച് വരെ വരും? കൂടുതലും അത് നല്ല 500 വരെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നമ്മളത് കൂടുതലും ഒരു 200-250 റേഞ്ചിലാണ് മാർക്കറ്റിലൊക്കെ ഉണ്ടാവുക. കൂടുതലും ഉണ്ടാവുക അതിലാണ്. കുറഞ്ഞതും ഉണ്ട്. എന്താ പറയാ, കസ്റ്റമേഴ്സ് പല രീതിയിൽ വരുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ട രീതിയിൽ എല്ലാ ഓപ്ഷൻസിലും ഉണ്ട് നമ്മളതിൽ. നമുക്ക് നല്ലൊരു വെറൈറ്റി. തീർച്ചയായിട്ടും ഇത് ഇപ്പൊ മാർക്കറ്റിൽ തന്നെ ഒരു പുതിയ വെറൈറ്റിയാണ്. ആൽബിനോ സിൽവറാഡോ റെഡ് ഇയർ. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് റെഡ് ഇയർ ആണ്. നല്ല വലിപ്പം വരുന്ന വലുതാവുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഒരു ഫ്രണ്ടിൽ ഒരു സിൽവർ കളറും ബാക്കി റെഡ് ഷെയ്ഡും ആയിട്ട് മാർക്കറ്റിൽ പുതിയൊരു വെറൈറ്റിയാണ്. സ്റ്റേബിൾ കറക്റ്റ് ആണോ? ഏകദേശം 90+ സ്റ്റേബിൾ ആണ്. അതെ. ഇതും പുതിയതാണ്, മാർക്കറ്റിൽ പുതിയതാണ്. ഇത് ഹെഡ് ടോപ്പ് വ്യൂവിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല എന്താ പറയാ, ഡംബോയിയർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയാ, ബ്ലൂ ഡയമണ്ട് ഇറങ്ങും. ചെറിയൊരു പെർസെന്റേജ് ബ്ലൂ ഡയമണ്ട് പർപ്പിൾ മൊസൈക്കിലൊക്കെ വരുന്നത് പോലെ ചെറിയൊരു പെർസെന്റേജ് എന്ത് വരും, ഇത് വരും. 70% ഇത് തന്നെ വരും. ബാക്കി ഒരു 30 ബ്ലൂ ഡയമണ്ട് വരെ. നമ്മളൊരു കസ്റ്റമേഴ്സിനോട് എന്താ വെച്ചാൽ നമ്മൾ എല്ലാം പറഞ്ഞിട്ട് തന്നെ സെയിൽ ചെയ്ത് കൊടുക്കും. നമ്മളെന്താ പറയാ, അതാണ് നമ്മളെ ഇത്രയും കാലത്തെ ഒരു നിലനിൽപ്പിന്റെ രഹസ്യം കൂടെ. കസ്റ്റമറോട് എന്താ പറയാ, എല്ലാം ഉള്ളത് പോലെ തന്നെ പറഞ്ഞ് ജെന്യൂൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നെഗറ്റീവായിട്ട് അങ്ങനെ അധികം ഒന്നും വരാറില്ല. ഓക്കെ. ഇത് മെറ്റൽ ബ്ലാക്ക് ഷോർട്ട് ബോഡി. മെറ്റൽ ബ്ലാക്ക് ഷോർട്ട് ബോഡി നല്ല. ഇതിപ്പം നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കാ കാണിക്കുന്നത്. ഇത് ശരിക്ക് സൂപ്പർ ഷോർട്ട് ബോഡി. ഇത് കുറച്ച് 6 മന്ത് ഒക്കെ ഏജ് വന്നിട്ട് എത്ര വലിപ്പം. ഇതിന്റെ ഒരു ബ്രീഡിംഗ് സൈസ് ഉണ്ടാവുക ചെറുതായിരിക്കും. എന്താ പറയാ, സൂപ്പർ ഷോർട്ട് ബോഡി എന്ന് പറയാ ഇതിന്റെ പേര്. മെറ്റൽ ബ്ലാക്ക് ലൈസ് സൂപ്പർ ഷോർട്ട് ബോഡി. ഇത് ആൽബിനോ ഫുൾ റെഡ് ആണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ബിഗ് ഡോർസൽ ആണ്. കഴിഞ്ഞ മാസത്തെ ഒരു കളർ അല്ലല്ലോ. കഴിഞ്ഞ തവണ നമ്മൾ കാണിച്ചിരുന്നത് നോർമൽ ഡോർസലുള്ള വെറൈറ്റി ആയിരുന്നു. ഇത് ഒന്നുകൂടെ ബിഗ് ഡോർസൽ ആയിട്ട് വരുന്ന അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ഒരു ഇതാണ്. ലൈനേജ് ആണ്, നല്ല സ്റ്റേബിളും ആണ്. ഡോർസലൊക്കെ ഇതേപോലെ തന്നെ വരും. കാര്യമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതേ ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-6 ഐറ്റം ഗപ്പികൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വൈറലായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പ്രശസ്ത നടൻ സൗബിൻ സാഹിർ ഇവിടെ വന്നിട്ട് എടുക്കുകയാണ് ഫിഷ്. ആക്ച്വലി വരെയല്ല, നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മുടെ ഫിഷും ഫാമും ഒക്കെ കണ്ട് ആള് ഇംപ്രസ് ആയിട്ട് നല്ല ഏത് ഗപ്പി എടുത്ത അദ്ദേഹം? ആള് ഏകദേശം 10ഓളം വെറൈറ്റി 3-4 ജോഡി എടുത്തു നമ്മുടെ അടുത്ത്. എല്ലാ വെറൈറ്റിയും 3 ജോഡിയോളം വെച്ചിട്ട് 10ഓളം വെറൈറ്റി എടുത്തു. അദ്ദേഹം ഒരു ഫിഷ് പ്രേമിയാണ്, ഗപ്പി പ്രേമി. ആള് വീട്ടില് ഒരു ഗപ്പി ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു തന്നു. അതുപോലെ കോഴികാർപ്പിന്റെ ടാങ്ക് ഉണ്ട്, ഒക്കെ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ എന്തായാലും അത് നമ്മള് സൽമാന് വലിയൊരു നേട്ടം തന്നെ ആയിട്ടോ. തീർച്ചയായിട്ടും വലിയൊരു പ്രശസ്തനായ ഒരു നടൻ വന്ന് ഇവിടുന്ന് ഫിഷ് മേടിച്ചത് 10ഓളം വെറൈറ്റി ഗപ്പികൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതൊരു സംഭവമായി അല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മളെ ഒരു കരിയറിൽ ഒരു അച്ചീവ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അതായത് നമ്മളെ കരിയറിൽ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഒരു ആക്ടർ, നമ്മുടെ അതും പ്രശസ്ത ആക്ടർ ഡയറക്ടർ ഒക്കെ നമ്മളെ ഫാമിനെ ചൂസ് ചെയ്ത് അവര് എന്നാ നമ്മളെ ഒരു ഇതാണ്, നമ്മുടെ ട്രസ്റ്റ് ആണത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സൽമാൻ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വലിയൊരു ഒരുപാട് എത്ര ഫോളോവേഴ്സ് ആയി? ഏകദേശം 57,000 ഫോളോവേഴ്സും ആയിട്ടോ. അപ്പോൾ അതും നിങ്ങൾ ഏകദേശം ഇവിടെ 60 വെറൈറ്റി ഇനിയിപ്പോൾ 100ക്ക് എത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഗപ്പികളിൽ ഇപ്പോൾ നമുക്ക് കൊയ് ടൈപ്പ് ഉണ്ട്, അങ്ങനെ കുറെ ആയിട്ടുണ്ട്. എത്ര തരങ്ങളുണ്ട് വരുന്നുണ്ട് ഇവിടെ? ഏകദേശം ഒരുപാടുണ്ട്. മാർക്കറ്റിലുള്ള എല്ലാ തരവും ഉണ്ട്. അതിലിപ്പം കൂടുതലായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ പുതിയത് ട്രെൻഡിങ് വരുന്നുണ്ട് ഷോർട്ട് ബോഡി വെറൈറ്റി, അതുപോലെ ഗ്ലാസ് ബെല്ലി വെറൈറ്റി, ബലൂൺ ടൈപ്പ്, അങ്ങനത്തെ കുറെ തരം ഉണ്ട്. അതിലിപ്പം വേറെ തരാണ് ആൽബിനോ കോയി, കോയി വെറൈറ്റി. ക്യാപ്പുള്ളതിൽ തന്നെ നമ്മളെടുത്ത് ഒരു 7-8 വെറൈറ്റി ഉണ്ട്. ബ്ലൂ കോയി, യെല്ലോ കോയി, വൈറ്റ് കോയി, ഗ്ലാസ് ബെല്ലി, ടെക്സിഡോ കോയി, അങ്ങനെ ഒരു കോയി ടൈപ്പ് അത്രയും ഉണ്ട്. പിന്നെ ലേസ് വെറൈറ്റി, ബിഗ്ഗർ വെറൈറ്റി, അതുപോലെ ഡ്രാഗൺ വെറൈറ്റി, പിന്നെ ടെക്സിഡോ വെറൈറ്റി. അതുപോലെ തന്നെ ടെയിലിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ക്രൗൺ ടെയില്, സോളോ, അതുപോലെ റിബൺ ടെയില്, അങ്ങനത്തെ ഒരുപാട് ഉണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു വെറൈറ്റി കാണിക്കാം. അതിൽപ്പെട്ട ഗ്ലാസ് ബെല്ലി വെറൈറ്റിയാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. ഏതാണ് അത്? ആൽബിനോ ഗോൾഡൻ ഗ്ലാസ് ബെല്ലി. മെയിലൊക്കെ ചെറുതായിരിക്കും, ഫീമെയിൽ നല്ല വലുപ്പം വെക്കും. എന്താ പറയാ, റെഡ് ഐ ആണ്, അതുകൊണ്ടാണ് ആൽബിനോ എന്ന് പറയുന്നത്. ഗോൾഡൻ ആണ്, ഒരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡ് ആണ്. പിന്നെ ഇതിന്റെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. സീത്രോ. അതിന്റെ ഇപ്പൊ പുതിയൊരു ടേമാണ് എന്ത്, ഗ്ലാസ് ബെല്ലി എന്നാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ഇതും ഒരു ഗ്ലാസ് ബെല്ലി വെറൈറ്റി ആണ്, ടെക്സിഡോ കോയി ഗ്ലാസ് ബെല്ലി. ഇതിൽ നമുക്ക് റിബണും വരുന്നുണ്ട്, നോൺ റിബണും വരുന്നുണ്ട്, രണ്ടും ഇതിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ബോഡിയാ, അധികം വലുപ്പം വെക്കൂല, ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ല ബ്ലാക്ക്, അത് പുതിയ വെറൈറ്റി ആണ്. നല്ല ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ ക്യാപ്പും നല്ല റെഡിഷും ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണിത്. പുതിയൊരു വെറൈറ്റി ആണ്. ഇത് അത്യാവശ്യം സൈസ് കൊണ്ട് ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. ഇത് പ്ലാറ്റിനം ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയും. ഒരു നല്ല പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു, നമ്മൾ ഡെഡ് ഡ്രാഗൺ ഒക്കെ കേട്ടിട്ടുണ്ട്. പ്ലാറ്റിനം ഹെഡിന്റെ പോർഷനിൽ ഒരു പ്ലാറ്റിനം ഷെയ്ഡ് ഉണ്ടാവും ഹെഡില്, അതുകൊണ്ടാണ് പ്ലാറ്റിനം ഡ്രാഗൺ വെറൈറ്റി. അതെ, ടെയിലിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് മറ്റേത്. നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് ഇത് പുതിയൊരു വെറൈറ്റി ആണ്, സാന്റാ കോയി ഷോർട്ട് ബോഡി. സാന്റാക്ലോസിൽ ഷോർട്ട് ബോഡി നല്ല ചെറിയ ഇതായിരിക്കും. പിന്നെ ഹെഡിൽ നല്ല ക്യാപ്പ് വരും, പിന്നെ വൈറ്റ് ഇയർ വരും. നല്ല കാണാൻ ഭംഗിയാണ്, സൈഡിൽ നിന്നാണെങ്കിലും നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടു. നമ്മൾ സാന്റാക്ലോസ് പഴയ കാലത്ത് നോർമൽ കണ്ടു, അതിന്റെ ബിഗ് ഇയർ കണ്ടു, പിന്നെ അതിന്റെ ക്യാപ്പ് ഇറങ്ങി, ഇപ്പൊ അതിന്റെ ഷോർട്ട് ബോഡി ഇറങ്ങി. ഇതൊക്കെ ശരിക്കും നമ്മളെ ഇവിടുന്ന് തായ്ലാൻഡിൽ പുറത്തുനിന്ന്, ഇതിപ്പം പുതിയ മാർക്കറ്റിൽ പുതിയ വന്നതാണ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മുടെ അടുത്തിട്ട് ടോപ്പ് പ്രൈസ് വരുന്ന. അതെ അതെ അതെ, ഇപ്പൊ മാർക്കറ്റിൽ ആയി വരുന്നേ ഉള്ളൂ, അടുത്ത് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഓരോ ഗപ്പികളെ കാണുമ്പോഴും അതിന്റെ പുതിയ വെറൈറ്റിയാണ് ഇപ്പോൾ സൽമാനോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ എപ്പോഴും പുതിയ അപ്ഡേഷൻ വന്നു. തീർച്ചയായിട്ടും. ഇത് ഫുൾ ഗോൾഡിന്റെ റിബൺ ആണ് നമ്മൾ കാണിക്കുന്നത്. അതെ, പിന്നെ ഇതിന്റെ ടോപ്പ് ആണെങ്കിലും സൈഡ് ആണെങ്കിലും ഒക്കെ പക്ക നല്ല ക്വാളിറ്റിയാണ്. 916 ഗോൾഡ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. ഇത് നമ്മള് പഴയ കാലത്ത് അന്നുള്ള കീപ്പ് ചെയ്ത സംഭവം അല്ലേ? തീർച്ചയായിട്ടും ഗോൾഡ്. അതിന്റെ പുതിയതാണ് ഈ റിബൺ, പുതിയ ലൈനേജ് ആണ്. നോർമലും ഉണ്ട്, അത് വേറെ ഉണ്ട്. നമ്മൾ അതിന്റെ പുതിയ ലൈനേജ് റിബൺ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇതും ഒരു ഷോർട്ട് ബോഡി വെറൈറ്റി ആണ്. ബെല്ലിയാണെന്നുള്ളൂ. ബെല്ലി, ഗ്ലാസ് ബെല്ലിയുടെ ആണ്. ഗോൾഡൻ ഗ്ലാസ് ബെല്ലി ഷോർട്ട് ബോഡി. എല്ലാം കൂടി കൂടിയിട്ട് ആക്ച്വലി ഇതിന്റെ വേറെ ആൽബിനോ വേറെ ഉണ്ട്. ഇത് ബ്ലാക്ക് ഐ ആണ്. ബ്ലാക്ക് ഐ ഗോൾഡൻ ഗ്ലാസ് ബെല്ലി ഷോർട്ട് ബോഡി. പുതിയ വെറൈറ്റി, പുതിയ മാർക്കറ്റിലെ പുതിയ വെറൈറ്റി ആണ്.
ഇത് നമ്മൾ പറയില്ല ഗപ്പി നമ്മുടെ അടുത്ത് കുറെ തരം ഉണ്ട്. അതിൽ പറഞ്ഞ ലിയോപാഡ് പറഞ്ഞിട്ടുള്ള ഒരു തരാണ്. മെറ്റൽ യെല്ലോ ലിയോപാഡ്. ലിയോപാഡ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ടെയിലുള്ള ഡോട്ട് ഇങ്ങനെ മൊസൈക്ക് പറഞ്ഞാല് കുറച്ച് അടുത്ത് ബ്ലാക്ക് ഡോട്ട് തന്നെ വരിക, കുറച്ച് അടുത്തടുത്തേക്കാരം. ലിയോപാഡ് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, കുറച്ചുകൂടി കുറച്ച് വിട്ടിട്ടായിരിക്കും. ലിയോപാഡ് പറഞ്ഞാൽ മറ്റേ ഇതാണ്, മറ്റേ അതില് വെട്ട അതിന്റെ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, അതിന്റെ പ്രിന്റ്. അതെ അതെ, അങ്ങനെയാണ് ഇത്. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റി. ഇത് ബ്ലൂ ഡ്രാഗൺ ബിഗ് ഇയർ. പുതിയ വെറൈറ്റിയാണ് ബ്ലൂ ഡ്രാഗൺ ബിഗ് ഇയർ. ബ്ലൂ ഡ്രാഗൺ വേറെ ഷെയ്ഡ് വരുന്ന ബ്ലൂ ഡ്രാഗൺ ഉണ്ട്, പക്ഷെ ഇത് അതിന്റെ ബിഗ് ഇയർ ടൈപ്പ്. ഏകദേശം പർപ്പിൾ ബെറിന്റെ കാണാൻ ഒരേ പോലെ ലുക്കാണ്, പക്ഷെ ഇതിന്റെ പേര് ബ്ലൂ ഡ്രാഗൺ ബിഗ് ഇയർ എന്നാണ്. നമ്മളെ ഇത് ജപ്പാൻ ബ്ലൂ ബിഗ് ഇയർ. നല്ല ചെവി, നല്ല ഇയർ വരും. പിന്നെ ഇത് ചെറിയ ശതമാനം ടെയിലില് ഷെയ്ഡ് വരും, മാറ്റം വരും. കുറച്ച് ഏജ് ആകുമ്പോൾ വാലിൽ ഇങ്ങനെ ഡോട്ട് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ഇതിന്. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു 70% ഒക്കെ ഇതുപോലെ തന്നെ വരും, ബാക്കി ചെറിയ ശതമാനം ടെയില് ഡോട്ടായിട്ട് വരും. ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് സിൽവറാഡോ ടെക്സിഡോ കോയി. ടെക്സിഡോ കോയി ഷോർട്ട് ബോഡി ആണിത്. മെയില് കുറച്ച് ചെറുതായിരിക്കും, ഫീമെയിൽ കുറച്ച് വലുപ്പം വെക്കും, ചെറുതായിരിക്കും ഉണ്ടാവുക. സിൽവറാഡോ ടെക്സിഡോ ഇത് ഇല്ല, കുറെ ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് നല്ല പ്രൈസ് ആയിരുന്നു. ഇത് സാന്റാക്ലോസിന്റെ ന്യൂ ലൈനേജ്. ഇത് ഹെഡില് ആ വൈറ്റ് ഷെയ്ഡ് ഫുള്ള് ഫില്ലായിട്ട് വരും. അതുപോലെ തന്നെ വൈറ്റ് ഇയർ, എല്ലാത്തിനും വൈറ്റ് ഇയർ കാണിക്കും. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. മറ്റേതിന് പഴയതിന് ഹെഡിൽ ചെറിയൊരു ഗ്യാപ്പ് വരും, ഫില്ലായിട്ട് വരും. ഇത് യെല്ലോ ടൈഗർ. ഹാഫ് മൂൺ യെല്ലോ ടൈഗർ എന്ന് പറയും. ടെയില് കറക്റ്റ് ഹാഫ് മൂൺ ഷേപ്പ് വന്നാൽ അതിന് ഹാഫ് മൂൺ യെല്ലോ ടൈഗർ എന്ന് പറയും. ചെറിയ ശതമാനം ഹാഫ് മൂൺ അല്ലാതെയും വരും, അതുകൊണ്ട് നമ്മൾ യെല്ലോ ടൈഗർ എന്നാണ് പറയാറ്. പേര് വരുന്നത് നമ്മൾ ടൈഗർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിന്റെ ആ ഒരു പാറ്റേൺ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മളിപ്പോ കാണിക്കുന്നത് ഹാഫ് മൂൺ ഷേപ്പ് ആണ്, അത് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ റിബണും നമ്മളെടുത്ത് തീർച്ചയായിട്ടും ഉണ്ട്. സൽമാൻ, അതിപ്പോ ബ്രീഡിംഗ് കേജിന്റെ സെക്ഷൻ എത്തിയല്ലേ? ഫ്രിഡ്ജ് കേസ് ഇവിടെ മൊത്തം ഫ്രിഡ്ജ് കേസിൽ ബ്രീഡിംഗ് കേജ് നിറഞ്ഞിരിക്കുക. ഇത് നമ്മുടെ ബ്രീഡിംഗ് സെക്ഷൻ ആണ് അവിടെ എത്തിയല്ലേ? ഫുൾ എല്ലാത്തിലും നമ്മൾ ബ്രീഡിംഗ് കേജുകൾ ഇട്ടിട്ടുണ്ടാവും. എല്ലാത്തിലും 2 ജോഡി അല്ലെ 3 ജോഡി രീതിയിൽ എല്ലാ വെറൈറ്റികളും. ഒരു വെറൈറ്റി എത്ര ബ്രൂഡ് സെറ്റ് ആക്കി ഉണ്ടാവും? ഒരു വെറൈറ്റി ഇപ്പോൾ ഒരു പ്ലാറ്റിനം റെഡ് ഇവിടെ വളർത്തുകയാണെങ്കിൽ അതിലിപ്പോൾ എത്ര ഫ്രിഡ്ജ് കേസിൽ പ്ലാറ്റിനം റെഡ് ബ്രൂഡ് ഉണ്ടാവും? അത് പ്ലാറ്റിനം റെഡ് ഒക്കെ കുറച്ചധികം ഉണ്ട്, കുറച്ചധികം വെറൈറ്റി ഉണ്ട്. പിന്നെ കൂടുതലും ഞാൻ നിർത്തല് ഒരു 5 ഫീമെയിൽ, 5 പെണ്ണ് 5 ആണ്. 3 പെണ്ണ് 5 പെണ്ണ് 3 ആണ് എന്നുള്ള രീതിയിലാണ് കൂടുതലും ഞാൻ നിർത്തല്. അതിന് ഭാഗത്തെ കേജ് ആണ്. നമ്മൾ ആ കേജിന്റെ ഉള്ളിൽ ഫുൾ ടൈം ഇട്ട് വെക്കുന്ന രീതിയാണ് ഞാനിവിടെ ഫാമിൽ ഫോളോ ചെയ്യുന്നത്. 2 മെത്തേഡ് ഉണ്ട്. നമ്മൾ ബ്രീഡിങ്ങിന് ആവുന്ന സമയത്ത് കേജിന്റെ ഉള്ളിൽ ഇടാം, കുഞ്ഞുങ്ങളെ പുറത്തിറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കിയിരിക്കണം. പക്ഷെ നമുക്ക് ഇത്രയും വെറൈറ്റീസ് കീപ്പ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ കേജിന്റെ ഉള്ളിൽ ഒരു 2 ജോഡി 3 ജോഡി വെച്ചിട്ട് കൃത്യമായിട്ട് ഇട്ട് വെക്കുന്നതാണ്. കളക്ട് ചെയ്യുന്ന രീതിയാണ്. എന്നിട്ട് ഇവിടെ എന്നിട്ട് ഇതിന്റെ പുറത്ത് അവിടെയൊക്കെ ഉള്ള സെക്ഷനിൽ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ റെയർ ചെയ്യുന്ന അവർക്ക് ആർട്ടീമിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് വലുതാക്കി എടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് സൈസ് ആവുന്ന വീട്ടിന്റെ അടുത്ത് നമ്മൾ സിമെന്റ് ടാങ്ക് ഒക്കെ കണ്ടില്ലേ, സിമെന്റ് ടാങ്ക് ഉണ്ട്. പിന്നെ നമ്മളെ പാക്കിംഗ് ഷെഡിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യാനുള്ളൊരു ടാങ്ക് ബേസിൻസ് ഒക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാറ്റും. എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ കൊറിയർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊറിയർ ആയിട്ട് അയക്കുന്നതാണ്. ഈ വെറൈറ്റി മെറ്റൽ ബ്ലൂ ബ്ലാക്ക് ലേസ് എന്നാണ് പറയാം. ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും വരും, ബ്ലൂ ഷെയ്ഡും വരും. അതുകൊണ്ടാണ് മെറ്റൽ ബ്ലൂ ബ്ലാക്ക് എന്ന് പറയുന്നത്. അതെ അതെ, നല്ല എന്താ പറയുക, ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ് മാർക്കറ്റിൽ. ഇത് നമ്മൾ സാധാരണ മെറ്റൽ ബ്ലാക്ക് ഇറങ്ങിയതാവൂല? അതൊക്കെ അല്ല, ഇത് അതെ മെറ്റൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതന്നെയാണ്. അതിൽ ചെറിയ ബ്ലൂ ഒരു ഷെയ്ഡ് വെളിച്ചടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് നല്ലൊരു എന്താ പറയാ, ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ലേസ് വെറൈറ്റി, യെല്ലോ ലേസ് എന്നാണ് ഇതിന്റെ പേര്. നല്ല ഇതിന്റെ തല തൊട്ട് ടെയിൽ വരെ എന്താ പറയാ പ്രിന്റ് വരും, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് എന്താ പറയാ ടാങ്ക് അക്വേറിയത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കളർ ആയിരിക്കും ഇതിന്, കളർഫുൾ ആയിട്ട്. നല്ല ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വരണം, അപ്പോഴാണ് ഇതിന്റെ യെല്ലോ ഷെയ്ഡ് ഒന്നുകൂടി എടുത്ത് കാണിക്കുക.
ഇത് നല്ല ക്യാപ്പ് വരുന്ന ആൽബിനോ കോഴിയാണ്. നല്ല എന്താ പറയാ 98% എന്താ പറയാ ക്യാപ്പ് വരുന്നുണ്ട്. വളരെ കുറവാണ് ഇതിൽ ക്യാപ്പ് ഇല്ലാതെ വരുന്ന ഇയർ വരുന്ന ലൈനേജ് ആണ്. അതിൽ പെട്ട ഇയർ ഇല്ലാത്തതാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. പിന്നെ ഇയർ വരും, അത് 5-6 മാസമൊക്കെ ആകുമ്പോൾ ഇയർ കയറി വരും. ഇത് ഡാർക്ക് നൈറ്റ് റെഡ് ഡ്രാഗൺ. എന്താ പറയാ നല്ല ബിഗ് ഇയർ വരുന്ന ഒരു ഇതാണ്. അതുപോലെ എൻ്റെ ടെയിലിന്റെ ഷേപ്പ് ഹാഫ് മൂൺ ഷേപ്പാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെറൈറ്റി ആണ് ഇത്. പുതിയ മോഡലാണ് കുറെ മുന്നേ ഉള്ളത് തന്നെയാണ്, പക്ഷെ നമ്മുടെ അടുത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട്. ഡാർക്ക് നൈറ്റ് റെഡ് ഡ്രാഗൺ. മോൾവി നല്ല രസമുണ്ട്. മുകളിൽ ഒരു പ്ലാറ്റിനം ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും, നല്ല രസമാണ്. ഈ കാണുന്നത് എന്താ ഇലക്ട്രിക് ബ്ലൂവിന്റെ ഒരു ലുക്ക് ഉണ്ട് ടൈപ്പ് ആണല്ലോ. ഇത് സൂപ്പർ ബ്ലൂ പുതിയൊരു ഇലക്ട്രിക് ബ്ലൂവിന്റെ ഒരു പുതിയ മോഡല് സൂപ്പർ ബ്ലൂ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. നല്ല ഒരു ബ്ലൂ ക്യാപ്പും നല്ല ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഉണ്ടാവും വെളിച്ചടിക്കുമ്പോൾ. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഏകദേശം സ്റ്റാർട്ടിങ് വെറൈറ്റി ആയിട്ട് വേരിയന്റ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ബിഗ് സൈസ് വരും മെയില് കുറച്ച് ഇപ്പൊ ചെറുതാണ്, കുറച്ചുകൂടെ ഇനിയും വലുതാവാനുണ്ട്. കുറെ പ്ലാസ്റ്റിക് ഡമ്മിൽ കുറെ വാട്ടർ പെയിന്റുകൾ സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഇത് ജസ്റ്റ് ഇത് ഒരേ ഇല ഇട്ടാൽ മതി, സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഡക്വീഡ്. അതുപോലെ ഇത് വേറൊരു ഇതാണ് റെഡ് റൂട്ട് ഫ്ലോട്ടർ. അതിന്റെ അത് കുറച്ച് ഇങ്ങനെ വരും, റെഡ് ഷെയ്ഡ്. ഇത് നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ ഏജ് ആവുന്നതിനനുസരിച്ച് റെഡിഷ് കയറി വരും. അതുപോലെ തന്നെ ഇതിന്റെ റൂട്ട് റെഡ് കളറിലായിരിക്കും. ഇത് ഇതിനാണ് റെഡ് കളർ. അതിവിടെ കൊടുക്കാനുണ്ട്, അവൈലബിൾ ആണ്. ഈ ടാങ്കിൽ കാണിക്കുന്നത് ഏതാണ്? ഇത് മോസ്കോ ഗ്രീന്. ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും. നല്ല ഹെഡിൽ ഇങ്ങനെ ഗ്രീൻ ക്യാപ്പ് പോലെ ഇലക്ട്രിക് ബ്ലൂവിന്റെ ഒക്കെ പോലെ കാണുന്നില്ല. ഇലക്ട്രിക് ബ്ലൂവിന്റെ ഒക്കെ പോലെ അതിന്റെ കളർ കറക്റ്റ് കാണും. അതെ അതെ. പക്ഷെ ഫീമെയിൽ നല്ല മെയിൽ നല്ല സൈസും വെക്കും. വെക്കും. നല്ല ഫീമെയിലും നല്ല മെയിൽ ഫീമെയിൽ നല്ല സൈസ് ഉണ്ടാവും. വെക്കും. ഇപ്പൊ നമ്മളിത് കാണിക്കുന്നത് 3 month ആയിട്ടുള്ളതാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ ആരാധകർ എപ്പോഴും ഏത് ഫാം ആണെങ്കിലും അവിടെ വന്ന് ആദ്യം ചോദിക്കുന്നത് ബിഗ് ഇയർ. അതെ. ബിഗ് ഇയർ വെറൈറ്റിയിൽ പ്ലാറ്റിനം റെഡ്. പ്ലാറ്റിനം റെഡിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ കാണിക്കുന്ന വെറൈറ്റി നോർമൽ പ്ലാറ്റിനം ഫുള്ള് ഹെഡിൽ ഫില്ലായി വരുന്ന വെറൈറ്റിയാണ് ഇത്. ഹെഡിൽ നല്ല ഫില്ലായി വരും. പിന്നെ ഇതിന്റെ ഹാഫ് മൂൺ ലൈനേജും നമ്മളതിലുണ്ട്. ഹാഫ് മൂൺ ടൈൽ വരുന്ന ഇപ്പം സെയിലിന് ഇല്ല, അതുകൊണ്ട് നമ്മളിപ്പം തവണ കാണിക്കണ്ട. ഓക്കെ. ഇത് ആൽബിനോ മെറ്റൽ റെഡ് ലൈസ്. ആൽബിനോയുടെ മെറ്റൽ റെഡ് ലൈസ് വരുന്നത്. മെറ്റൽ റെഡ് റോസ്റ്റൈൽ എന്നും പറയും. കണ്ണ് ചുവപ്പ് കളറാണ്. പിന്നെ ഇതിന്റെ നല്ല ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ല ടൈലൊക്കെ നല്ല വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ആൽബിനോ അല്ലേ. നമ്മള് ഞാൻ ഇപ്പോൾ ഇവിടെ സൽമാൻ്റെ അടുത്തേക്ക് ഇപ്പോൾ എത്ര വീഡിയോസ് എനിക്ക് തന്നെ ഓർമ്മയില്ല, ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും സൽമാൻ ഇവിടെ ഓരോ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അപ്ഡേഷൻ. ആൾ പുതിയ വെറൈറ്റി ഇറക്കുക, അത് മാർക്കറ്റിൽ ഇറക്കുക. ഈ മാർക്കറ്റിൻ്റെ വിജയരഹസ്യം എന്താണ്? നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതൽ വെറൈറ്റീസ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ഒരു ഗപ്പിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് തരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം 60-70ഓളം വെറൈറ്റി ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഒരു 6 മാസം കൊണ്ട് അത് 100 ആക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മളെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ നമ്മൾ പരമാവധി നമ്മൾ കസ്റ്റമേഴ്സിനെ അവരെ എന്താ പറയുക നമ്മൾ അവർക്കൊരു നെഗറ്റീവും കൊടുക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് കൊടുക്കാറ്. നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് കൊടുക്കും നമ്മൾ. ആ രീതിയിൽ തന്നെ നമ്മൾ എന്താ പറയുക എല്ലാം RTM ഒക്കെ പോലെ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ പറയുക ഇപ്പം അവർക്ക് ഈവൻ പാക്കിംഗ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ആയിരിക്കും നമ്മൾ ചെയ്യുക. സേഫ് ആയിട്ട് അവിടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ. പിന്നെ വേറെ പ്രത്യേകത ഇവിടെ ഇപ്പോൾ ഓരോ ഗപ്പികൾ കൊടുക്കുമ്പോഴും ആ ഗപ്പി ഇത്ര സ്റ്റേബിൾ ഉണ്ട്, 100% സ്റ്റേബിൾ ഉണ്ട്, കാര്യങ്ങളെല്ലാം നമ്മൾ തുറന്നിട്ട് പറയുന്നിട്ടാണ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ അവർക്ക് പോസിറ്റീവ് റെസ്പോണ്ട് ആണ് നമ്മുടെ അടുത്തുള്ള കസ്റ്റമേഴ്സിനൊക്കെ. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. തീർച്ചയായിട്ടും അതാണ് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഒരു മെയിൻ പോയിന്റ് ആണ്. കസ്റ്റമേഴ്സിനോട് നല്ല മീൻസ് നല്ല രീതിയിൽ പെരുമാറി അവരെ തൃപ്തിപ്പെടുത്തുക. തീർച്ചയായിട്ടും അതന്നെയാണ് നമ്മുടെ ഒരു രഹസ്യം. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് കാണിക്കാൻ കുറച്ച് ചെറുതാണല്ലോ. അപ്പോൾ ഇതൊരു ഷോർട്ട് ബോഡി ടൈപ്പ് കോഴിയാണ്. ബ്ലോണ്ട് കോഴി ഷോർട്ട് ബോഡി. ചെറിയ ഇതായിരിക്കും. നല്ല കുഞ്ഞുങ്ങളൊക്കെ കൗണ്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലോണ്ട് കോഴി ഷോർട്ട് ബോഡി. ഓക്കെ.
ഇതിലിപ്പോ അങ്ങനെ കോഴി എല്ലാത്തിനും കിട്ടുന്നുണ്ടോ? ഇത് ഏകദേശം 90% മുകളിൽ ക്യാപ്പ് നമുക്ക് വളരെ കുറവാണ്. ഇപ്പൊ 100 കുഞ്ഞുങ്ങളൊക്കെ 100 എണ്ണൊക്കെ ഉണ്ടാവുമ്പോൾ അതിലൊരു 4-5 അത്രയൊക്കെ ക്യാപ്പ് ഇല്ലാതെ വരും. ബാക്കിയൊക്കെ നമുക്കിവിടെ ക്യാപ്പ് വരുന്നുണ്ട്. ഇതൊരു നല്ല ഷൈനിങ് ആയിട്ടുള്ള ബ്ലൂ ആണ്. ജപ്പാൻ ബ്ലൂ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളടുത്ത് ഇപ്പം കൊടുക്കാനുള്ളതാണ്. നല്ല ടെയിലൊക്കെ നല്ല വലുതാവുന്നതുകൊണ്ട് തന്നെ ലൈറ്റർ പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലൂ ഷെയ്ഡ്. ബോഡിനേക്കാളും കൂടുതൽ വളർച്ച വരുന്നത് ടൈലിനാണ്. തീർച്ചയായിട്ടും ടൈലിനാണ് നല്ല വലിപ്പം വെക്കും. ഡെൽറ്റ ടൈൽ എന്നാണ് ഇതുപോലത്തെ ടൈലിന് പറയുക. ഡെൽറ്റ ടൈൽ. അത് സൽമാനെ നല്ല ഇയർ കാണിക്കണ്ടല്ലോ. ഇത് ബ്ലൂ പാണ്ട റിബൺ ഗള്ളിയർ ആണ്. അതുകൊണ്ടാണ് വലിയ റിബൺ വരുന്ന ഫിഷിന് ഗള്ളിയർ ആയിരിക്കും. ഇയർ നല്ല വലിപ്പം വെക്കും. ഇതിന്റെ റിബണും ഉണ്ട്, നോൺ റിബണും ഉണ്ട്. റിബൺ ഇറങ്ങുന്ന നല്ല റിബൺ പെർസെന്റേജ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഇപ്പൊ നമ്മൾ റിബൺ നോർമലി റിബൺ ഫിഷ് എടുക്കുമ്പോൾ ചെറിയ ശതമാനം റിബൺ കിട്ടുള്ളൂ. എന്താ പറയാ, നോൺ റിബൺ ആയിരിക്കും കൂടുതൽ ഇറങ്ങും. പക്ഷെ ഈ വെറൈറ്റി അതുപോലെ ബ്ലൂ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച പിങ്കു ഡെൽറ്റയിലൊക്കെ നല്ല റിബൺ പെർസെന്റേജ് കിട്ടുന്നുണ്ട്. ഇത് കോളി ഡോർസൽ വെറൈറ്റി ആണ്. ഡോർസലിനാണ് പ്രാധാന്യം. ഡോർസൽ ഇങ്ങനെ ചുരുണ്ടിട്ട് തൂങ്ങി നിൽക്കും. HB റെഡ് കോളി ഡോർസൽ. നമ്മുടെ അടുത്ത് കൊടുക്കാൻ ഉണ്ട്, കാണിക്കുന്നത് കൊടുക്കാൻ. സൈസ് കുറവാണ്. ഇനി നല്ല ഇത് ഏജ് ആകുമ്പോൾ ഒരു 6 മാസത്തിന്റെ ഒക്കെ മേലായിട്ടുണ്ടെങ്കിൽ നല്ല തൂങ്ങി നിൽക്കും. നീന്താൻ കഴിയാത്ത രീതിയിൽ ഡോർസൽ. സാധാരണ ചില വെറൈറ്റിക്കൊക്കെ ടെയില് വലുതായിട്ടാണ് നീന്താൻ കഴിയാത്ത. ഇതിന് ഡോർസലാണ് മെയിനായിട്ട് തൂങ്ങി വരിക. അതെ. ഇതിപ്പോ ഈ ഗ്ലാസ്സിൽ കാണിക്കുന്നത് ഇത് വൈറ്റ് ടെക്സിഡോ ക്രൗൺ ടെയിൽ. ക്രൗൺ ടെയിൽ വാലിങ്ങനെ നാരിനാരായിട്ടായിരിക്കും. ഇതിന്റെ ഡോർസലാണെങ്കിലും നാരിനാരായിട്ടായിരിക്കും ഉണ്ടാവുക. അതെ. പിന്നെ ഇതിന്റെ ഫീമെയിലിന്റെ വാലും നാരിനാരായിട്ട് തന്നെ വരിക. നമ്മുടെ അതെ. പിന്നെ നമ്മുടെ അടുത്ത് ഇതിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഇത് വൈറ്റ് ടെക്സിഡോ. ഇനി അടുത്ത ഗാലക്സി ക്രൗൺ ടെയിൽ എന്ന് പറഞ്ഞ വെറൈറ്റി നോക്കാം. ഇതാണ് ഗാലക്സി ക്രൗൺ ടെയിൽ. ഇതിന്റെ ഒരു ഗാലക്സി പാറ്റേൺ ഉണ്ടാവും ബോഡിയിൽ. പിന്നെ ഇതിന്റെ ടെയിൽ ഇങ്ങനെ നാരിനാരായിട്ടായിരിക്കും വരിക. അതെ. ഇതിന്റെ ഫീമെയിലിന്റെ കണ്ടോ, ഫീമെയിലിന്റെ ക്രൗൺ ടെയിൽ വരുന്നുണ്ട്. അതെ, ഫീമെയിൽ നല്ല വലിപ്പം വെക്കും. അത് വൈറ്റ് ടെക്സിഡോന്റെ ആണെങ്കിലും നല്ല വലിപ്പം വെക്കും. ഇത് കാണിക്കുന്നത് ഇത് ബ്ലൂ കോയി. നമ്മള് വൈറ്റ് കോയി കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ കോയി. അതെ. പിന്നെ ഇത് നല്ല ബ്ലൂ ഷെയ്ഡ് ക്യാപ്പ് വരും. നല്ല പെർസെന്റേജ് കിട്ടുന്നുണ്ട്. അതെ. നല്ല കാണാനൊരു ഭംഗിയാണ്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരണം. അപ്പോൾ ഇതിന്റെ ബ്ലൂയിഷ് ഷെയ്ഡ് നല്ല എടുത്ത് കാണിക്കുള്ളൂ. ഫീമെയിലും മെയിലും ക്യാപ്പ് വരും, നല്ലോണം വരും. ഇത് ആൽബിനോ റെഡ് ടെക്സിഡോ. ടെക്സിഡോ ബിഗ് ഇയർ എന്ന് പറയും. കാരണം ഇതിന്റെ ചെവി നല്ല വലുപ്പം വരും. ഒരു വൈറ്റ് ഷെയ്ഡ് ചെവി വരും, ഒരു റെഡ് ഷെയ്ഡ്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങനെ രണ്ടിലും വരും. പിന്നെ ഏജ് ആവുമ്പോ അത് റെഡ് തന്നെ കയറി വരും, വൈറ്റ് വരുന്നത് കയറി വരും. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇത് ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക്. നല്ല യെല്ലോ ഷെയ്ഡ് വരുന്ന പക്ക സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക് പുതിയ വെറൈറ്റി മാർക്കറ്റിൽ പുതിയ വെറൈറ്റി ആണ്. അധികമായിട്ടില്ല, ഒരു 2 വർഷമൊക്കെ 1.5-2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ബ്ലൂ ആണ്. ആക്ച്വലി നമ്മുടെ അടുത്ത് പഴയ HB ബ്ലൂ ഒക്കെ ഉണ്ട്. അതിന്റെ അപ്ഡേറ്റഡ് വെർഷൻ സിൽവറാഡോ HB ബ്ലൂ. ഒരു പകുതി സിൽവർ കളർ ഷെയ്ഡ് വരും, എന്നിട്ട് ബാക്കി HB ബ്ലൂ. അതാണ് പ്രത്യേകത. സിൽവറാഡോ HB ബ്ലൂ അല്ലേ? ഇതിന് ഒരു സിൽവർ കളർ കാണിക്കുന്നുണ്ടല്ലോ. ഇത് സിൽവറാഡോ HB പാസ്റ്റൽ. സിൽവറാഡോ HB പാസ്റ്റൽ. ഇതിന്റെ ടെയിൽ നല്ല വലിപ്പം വെക്കും, ബിഗ് ടെയിൽ ആയിട്ട് വരും. നല്ല കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. വൈറ്റ് ടെക്സ്ചറിന്റെ ഒക്കെ ലുക്കാണ്. പിന്നെ ഇതിന്റെ ചുണ്ടുമേൽ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരും. അതൊരു പ്രത്യേക
കാലത്തൊക്കെ ഒരു 2 വർഷം 3 വർഷം മുന്നേ ഒക്കെ തോന്നുന്നു 20,000 രൂപ ഒക്കെ ഉണ്ടായിരുന്നില്ലേ പെയറിനൊക്കെ ഉണ്ടായിരുന്നു. അത് ഇറങ്ങിയ സിൽവറാഡ കോയി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി അതാണ് ആദ്യം ഇറങ്ങിയത്. അതിന് 20,000 രൂപയൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്പോൾ ഇവിടുന്ന് ഫിഷ് ഇവിടെ വന്നിട്ട് കൊടുക്കാം. ഓൺലൈനായിട്ട് എങ്ങനെ വാങ്ങുന്നത്? ഇപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്ന് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. വാട്സപ്പിലൂടെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് വാട്സപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഓർഡർ തരാവുന്നതാണ്. നേരിട്ട് വരാൻ ഇവിടെ എങ്ങനെ സ്ഥലം? മലപ്പുറത്ത് അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട്. ഗൂഗിൾ മാപ്പിൽ CK ഗപ്പീസ് ആൻഡ് ബെറ്റാസ്ന്ന് നമ്മള് ഇപ്പം നമ്മുടെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഈ മീൻ വാങ്ങാനും അല്ലാതെ അവർക്ക് ഇപ്പോൾ ഒരു ഫിഷ് ലവേഴ്സ് ആണ്, എന്തായാലും ചെറിയ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളതിൽ പറ്റുന്ന ഡൗട്ടൊക്കെ നമുക്ക് വാട്സാപ്പിലൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഫിഷ് വാങ്ങണം എന്ന് ആവശ്യത്തിന് മാത്രമല്ല, നിങ്ങൾക്കുള്ള ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ നമ്മളെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ട് വെറുതെ നമ്മളെ ഇതാക്കരുത്, ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലുള്ള ഇത് അങ്ങനെയല്ല. ഡൗട്ട് ചോദിക്കാനല്ല, വെറുതെ ഉണ്ടാവും ചെറിയ എന്താ പറയാ കളിയാക്കാൻ എന്താ പറയാ അങ്ങനത്തെ രീതിയിലല്ല. നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അത് പറഞ്ഞു തരാൻ നമ്മളെപ്പോഴും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ അവിടെ 60 വെറൈറ്റി ഗപ്പികളായി. ഇനി അടുത്ത തവണ ഞാൻ വരുമ്പോൾ 100 വെറൈറ്റി ആയിരിക്കും. അത് ഒരു വേൾഡ് റെക്കോർഡ് തന്നെ ആയിരിക്കും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ എടുക്കാണ്ടാവില്ല. തീർച്ചയായിട്ടും രാവിലെ ഉച്ചയ്ക്ക് പോകണം നടക്കില്ല. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് ഇപ്പം ചില ഫാമിലി ഒക്കെ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഫാം കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അങ്ങനത്തെ പോലെയൊക്കെ നമ്മൾ വിളിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ട് വരാവുന്നതാണ്. മീനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരാവുന്നതൊക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സൽമാൻ്റെ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ? എല്ലാവർക്കും വീഡിയോ നിർദ്ദേശിച്ചു എല്ലാവർക്കും ബൈ.